ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി കേരളത്തിൽ വന്നു. ചില്ലറ പദ്ധതികളൊക്കെ ഉദ്ഘാടനം ചെയ്തു കൊച്ചിയിൽ. പിന്നെ തൃശ്ശൂരിൽ യുവമോർച്ചയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും തിരിച്ചു പോവുകയും ചെയ്തു. കൊല്ലത്ത് വന്ന അദ്ദേഹം മീറ്റിങ്ങിൽ പങ്കെടുത്തു. ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാവരെയും കണക്കിന് ശകാരിച്ചു. ഇടതു വലതു പാർട്ടികളെ കളിയാക്കിയും വിമർശിച്ചും ശബരിമല പ്രശ്നം മോദി ഇന്നലെയും ഉയർത്തിപ്പിടിച്ചു. ശബരിമല വിടാതെ മോദി, മേമ്പൊടിക്ക് അല്പം വികസനവും. സിറാജ് എന്ന പത്രം 1-ാം പേജിൽ ആ വാർത്ത തരുന്നു. കാണുക, ആദ്യ വാർത്തയായാണ് സിറാജ് തരുന്നത്. അതിങ്ങനെ: കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വെല്ലുവിളി നേരിടുകയാണെന്നും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി തന്നെ അതിന് നേതൃത്വം നൽകുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വികസനം എന്ന ആശയവുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ആക്രമിക്കപ്പെടുകയാണ്. ശബരിമല വിഷയം ഇന്ത്യ മുഴുവൻ കാണുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ കേരള സംസ്കാര ചിഹ്നങ്ങളെ അപമാനിക്കുകയാണ്. UDFും ഇക്കാര്യത്തിൽ മോശമല്ലെന്നും മോദി പറഞ്ഞു. യുവമോർച്ച സംസ്ഥാന സമ്മേളന ഭാഗമായ പൊതുസമ്മേളനം തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി. പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാന അജണ്ട മോദിയെ എതിർക്കുക എന്നതു മാത്രമാണ്. രാജ്യത്തിൻ്റെ വികസനത്തിന് ക്രിയാത്മക നിർദ്ദേശം നൽകാൻ അവർക്ക് കഴിയുന്നില്ല. പ്രതിപക്ഷ പാർട്ടികളുടെ മഹാഗത്ബന്ധൻ, വിശാല മുന്നണി എന്ന സങ്കല്പന മുന്നോട്ട് വരികയും അതിൻ്റെ പ്രായോഗിക വശങ്ങൾ ഉരുത്തിരിയുകയും ചെയ്തപ്പോൾ ആൾ അഗൻസ്റ്റ് മോഡി എന്ന നിലയ്ക്ക് ഒരു കാര്യമാണ് നടക്കുന്നത് എന്ന് മോദി പറയുകയുണ്ടായി. എല്ലാവരും മോദിക്കെതിരെ ഒന്നിക്കുന്നു. അതുവഴി ആൾ അഗൻസ്റ്റ് മോദി എന്ന മുദ്രാവാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കൂ, മോദിക്ക് ഒരു പരിവേഷം നൽകാൻ അദ്ദേഹം തന്നെ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ പെട്ടെന്ന് തന്നെ രാഹുലിൻ്റെ ട്വീറ്റ് വന്നു, ഇന്ത്യ മോദിക്കെതിരെ എന്ന് മാറ്റി. ഇന്ത്യ മോദിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. സംഘടിത ഇന്ത്യ മോദിക്കെതിരെ, അദ്ദേഹത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ, ഭരണത്തിനെതിരെ ഒന്നിക്കുന്നു എന്നാണ് അതേ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ട്വീറ്റ്. കർഷകരെയും യുവാക്കളെയും ഒക്കെ ശാക്തീകരിക്കുകയാണ് താൻ ചെയ്തത് എന്നാണ് മോദി പറയുന്നത്. കർഷകരെ മുൻനിർത്തി ധാരാളം പരസ്യങ്ങൾ ഇപ്പോൾ നമുക്ക് TV-യിൽ കാണാൻ കഴിയും. എന്തൊക്കെയാണ് പറയുന്നത്? കൃഷിക്കാർക്ക് 1.5 ഇരട്ടി നഷ്ടപരിഹാരം നൽകി. അവരിപ്പോൾ തികച്ചും സന്തുഷ്ടരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തം മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കാനും സ്വന്തം കാർഷിക രംഗത്ത് ഉപയോഗിക്കാനും ഉപകരണങ്ങൾ വാങ്ങാനും ഒക്കെ കഴിയുന്നു. വലിയ വലിയ ആഹ്ലാദ തിമിർപ്പിലാണ് കൃഷിക്കാർ. ഇതാണ് പരസ്യം. ഇനി യാഥാർത്ഥ്യം എന്താണ്? കൃഷിക്കാരുടെ ആത്മഹത്യയാണ് യാഥാർത്ഥ്യം. കിലോമീറ്ററുകൾ താണ്ടി പൊട്ടിയ കാലുകളും വിങ്ങിയ ഹൃദയങ്ങളുമായി അവർ നഗരങ്ങളെ വലയം ചെയ്യുന്നു എന്നതാണ് സത്യം. സത്യവും മോദിയുടെ പ്രചരണവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അദ്ദേഹം പറഞ്ഞു, യുവാക്കളെ ഞാൻ ശാക്തീകരിച്ചു. യുവാക്കളുടെ ശാക്തീകരണം പ്രകടമാകുന്നത് അവർക്ക് ലഭിക്കുന്ന തൊഴിലിലൂടെയാണെങ്കിൽ നമുക്കറിയാവുന്നത് മാതിരി 4 വർഷം പിന്നിട്ടപ്പോൾ 8 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാമെന്ന സ്വന്തം പ്രോമിസ് ഉണ്ടല്ലോ, വാഗ്ദാനം, അത് മോദി മറന്നുപോയി. മറിച്ച് 7 ലക്ഷം തൊഴിലവസരങ്ങളാണ് ഈ 4.5 വർഷം കൊണ്ട് പുതിയതായി ഇന്ത്യയിൽ ഉണ്ടായത്. ഒപ്പം നോട്ട് റദ്ദാക്കലിൻ്റെ ഭാഗമായി 1,10,00,000 തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. അതായത് വീണ്ടും തൊഴിൽ നഷ്ടമാണുണ്ടായത്. മോദി ഭരണാധികാരത്തിൽ വരുന്നതിനേക്കാൾ 40 ലക്ഷം തൊഴിൽ സാധ്യതകൾ കുറഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ. കൂടിയില്ല എന്നതോ പോട്ടെ, കുറയുകയും ചെയ്തിരിക്കുന്നു. അതാണ് യുവാക്കളുടെ ശാക്തീകരണം. ഈ നിലയ്ക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ പിന്നെയും പറ്റിക്കാം എന്നാണ് മോദി വ്യാമോഹിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നാം ഉറപ്പായും മനസ്സിലാക്കണം, ശബരിമല തന്നെയാണ് മോദിയുടെ ആഭിമുഖ്യത്തിൽ BJPയും സംഘപരിവാറും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇവിടെ ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഇനി മാസങ്ങളുണ്ട് തെരഞ്ഞെടുപ്പിന്, 2 മാസങ്ങൾ.
അതുവരെ ജീവിക്കാൻ പോകുമോ ശബരിമല എന്ന ഈ ഏക അജണ്ട എന്ന കാര്യവും നാം ആലോചിക്കേണ്ടതുണ്ട്. ജന്മഭൂമി അതിൻ്റെ അവസാന പുറത്ത് മോദി സന്ദർശനത്തെക്കുറിച്ചുള്ള വാർത്ത വികസനവുമായി ബന്ധിപ്പിച്ച് നമുക്ക് തരുന്നു. BPCL പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു. 3 പദ്ധതികൾ. ഇന്ത്യ ഏഷ്യയിലെ ഇന്ധന ഹബ്ബാകും എന്നാണ് മോദി പറഞ്ഞത്. കാവാലം ശശികുമാർ ആ വാർത്ത ജന്മഭൂമിയുടെ പൊതുവാർത്താ പേജിൽ തരുന്നത് ഇപ്രകാരം: ഇറക്കുമതി കുറച്ച് സ്വയം പര്യാപ്തമായി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം കൊച്ചിയും കൊച്ചിൻ റിഫൈനറിയും മുന്നേറുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചിൻ റിഫൈനറിയുടെ വികസന പദ്ധതിയോടെ കൊച്ചി വൻ വ്യവസായ കേന്ദ്രമാകുമെന്നും ഇന്ത്യ ഏഷ്യയിലെ ഇന്ധന ഹബ്ബാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞ കാര്യമാണ്. വികസനത്തെ മുൻനിർത്തി ഇന്ന് ജന്മഭൂമി സംഘപരിവാര പത്രം നമുക്ക് തരുന്ന വാർത്ത. ഇന്നലെ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് നേരെ മോദി പോയത് തമിഴ്നാട്ടിലാണ്. അവിടെ എയിംസിന് തറക്കല്ലിടാനാണ് അദ്ദേഹം പോയത്. കേരളവും എയിംസ് ആവശ്യപ്പെട്ടിരുന്നു. എയിംസിന് തികച്ചും യോഗ്യമായ ഇന്ത്യയിലെ ഏക ശ്രേഷ്ഠ സംസ്ഥാനം കേരളമാണ്. പക്ഷേ തന്നില്ല. എതിരാണ്, കേരളത്തിനെതിരാണ്. കേരളം വികസിക്കുന്നത് കണ്ണിൽ കണ്ടുകൂടാത്ത ആളുകളാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ. പക്ഷേ കേരളത്തിലെ ഈ BJPക്കാരും അതുപോലെ തന്നെ സംഘപരിവാറിനും ആ കാര്യത്തിൽ വിഷമമൊന്നുമില്ല. സ്വന്തം ജനതയെ ചവിട്ടിത്താഴ്ത്തുന്നത് കണ്ട് കൈയടിക്കുന്നവരെ എങ്ങനെ കേരളീയരെന്ന് വിശേഷിപ്പിക്കും? അത് വേറെ കാര്യം. പക്ഷേ കേരളം മോദിയോട് മര്യാദയ്ക്ക് പെരുമാറിയപ്പോൾ എയിംസിന് തറക്കല്ലിടാൻ പോയ മോദിക്ക് തമിഴ്നാട്ടിൽ കിട്ടിയ സ്വീകരണം എന്തായിരുന്നു? കാണുക ആ വാർത്ത. ദേശീയം പുറത്ത് സിറാജ് തരുന്നു. അതിങ്ങനെ: മോദി ഗോ ബാക്ക്, തമിഴിൽ #പ്രതിഷേധം. മധുരയിൽ എയിംസിന് തറക്കല്ലിടാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഗോ ബാക്ക് വിളി. ഗോ ബാക്ക് മോദി എന്ന ഹാഷ്ടാഗോടെ ട്വിറ്ററിൽ വൻ പ്രതിഷേധമാണ് നടന്നത്. ഗജ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ മോദി തമിഴ്നാടിനെ തിരിഞ്ഞു നോക്കിയില്ല എന്നാരോപിച്ചാണ് പ്രതിഷേധം. നാമും ആ ദുരന്തം അനുഭവിക്കുന്നവരാണ്. നമുക്ക് സഹായം തന്നില്ല എന്ന് മാത്രമല്ല, മറ്റ് രാജ്യങ്ങൾ മലയാളികളെ സ്നേഹിക്കുന്നത് മൂലം സഹായഹസ്തം വെച്ച് നീട്ടിയപ്പോൾ അതിനെതിരെ നിലപാടെടുക്കുകയും ചെയ്ത വിരുദ്ധനാണ് നരേന്ദ്രമോദി എന്ന് നാം ഓർക്കണം. ഏതായാലും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ അമർഷമാണ് പ്രതിഫലിക്കുന്നത്. 2 വർഷം മുമ്പ് എയിംസിൻ്റെ നിർമ്മാണം ആരംഭിച്ചതാണ്. എന്തിനാണ് ഈ പദ്ധതി ഇത്ര വൈകിപ്പിച്ചത്? ഈ തറക്കല്ലിടൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു പ്രഹസനം മാത്രമാണ് എന്ന് തമിഴ്നാട് കരുതുന്നു. 2 വർഷം മുമ്പ് ആരംഭിച്ച എയിംസിൻ്റെ പണി പോകുന്ന പോക്കിൽ അതിൻ്റെ തറക്കല്ലിട്ടു എന്നാണ് പറയുന്നത്. എന്തു പറ്റിപ്പാണ് ഈ മനുഷ്യൻ ഇന്ത്യക്കാരോട് ചെയ്യുന്നത് എന്ന് നാം അന്തം വിട്ടുപോകും ഈ ദൃശ്യ ചെയ്തികൾ വായിക്കുമ്പോൾ. അയോധ്യ കേസ് നാളെ 29-ന് വാദം കേൾക്കും, അല്ലെങ്കിൽ വാദം തുടങ്ങും എന്നൊക്കെയായിരുന്നു നാം വിചാരിച്ചിരുന്നത്. എങ്കിൽ അത് തുടങ്ങാൻ ഇടയില്ല. അയോധ്യയാണ് ഇവിടെ ശബരിമലയെ കേന്ദ്ര പ്രമേയമാക്കി മാറ്റാൻ നരേന്ദ്രമോദി ഇവിടെയുള്ള സംഘപരിവാറിനോട് ആവശ്യപ്പെടുമ്പോൾ BJP അയോധ്യ ക്ഷേത്ര പ്രശ്നമാണ് തെരഞ്ഞെടുപ്പിൽ പ്രമുഖ വിഷയമായി മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് തോന്നുന്നു. ഏതായാലും അയോധ്യയെ സംബന്ധിച്ച കോടതി വിധി അപ്പോഴേക്കൊന്നും വരാനിടയില്ല. കോടതി പ്രശ്നം തീരുമാനിച്ചതിന് ശേഷമേ അയോധ്യയ്ക്ക് ഒരു ഓർഡിനൻസ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുകയുള്ളൂ താൻ എന്ന് മോദി പറഞ്ഞു കഴിയുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് മോദിക്ക് ഒരു ഓർഡിനൻസിലേക്ക് പോകാൻ ഇപ്പോൾ കഴിയില്ല, സ്വന്തം വാക്ക് വിഴുങ്ങാതിരിക്കുന്നിടത്തോളം കാലം. പക്ഷേ ആ ഒരു മാന്യതയൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൂടാ. കോടതി ഏതായാലും അക്കാര്യം മാറ്റി വയ്ക്കുകയാണ്. നാളെയാണ് കേസ് വാദം ആരംഭിക്കാൻ വെച്ചിരുന്നത് എങ്കിൽ അത് അനിശ്ചിതകാലത്തേക്ക് മാറ്റിയിരിക്കുന്നു. കാരണം അയോധ്യ ഭൂമി കേസ് 29-ന് വാദം കേൾക്കില്ല. വാർത്താ മാധ്യമം ഒന്നാം പുറം തരുന്നു. വാർത്ത ഇപ്രകാരം: ബാബരി മസ്ജിദ് ഭൂമി തർക്ക കേസിൽ ഈ മാസം 29-ന് വാദം കേൾക്കാനുള്ള തീരുമാനം സുപ്രീം കോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ ജസ്റ്റിസ് SA ബോട്ട്സെ
അന്ന് എഡ്സെ ബോബ്സെ അന്ന് സ്ഥലത്തില്ലാത്തതാണ് വാദം ഉപേക്ഷിക്കാൻ കാരണമെന്ന് സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തു. 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ ഒരു മുസ്ലിം ജഡ്ജ് അടക്കം 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ്. അതിൽ ഒരാൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് ഇനി എടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുമില്ല. അയോധ്യ പ്രശ്നത്തെ സംബന്ധിച്ച് കോടതിയെ വിരട്ടുകയാണ് സംഘപരിവാരികൾ. ഇന്ന് ദേശാഭിമാനി പത്രത്തിൻ്റെ 1-ാം പുറം കാണുക. അയോധ്യ പ്രശ്നം പരിഹരിക്കാൻ കേവലം 24 മണിക്കൂർ മതി. കോടതിയെ വിരട്ടുന്നു യോഗി ആദിത്യനാഥ്. ഭാവി പ്രധാനമന്ത്രിയാണത്രേ ഈ മഹാൻ. ആ ദുരന്തമൊന്നും എന്തായാലും ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അത്ര വലിയ കഷ്ടവും ദുരന്തവും ഒന്നും ഇന്ത്യ പ്രവർത്തിച്ചിട്ടുമില്ല. കോടതിയെ വിരട്ടുന്നു യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി, ഭാവി പ്രധാനമന്ത്രി. അദ്ദേഹം പറയുന്നത് കാണുക. സുപ്രീം കോടതിക്ക് കഴിയില്ലെങ്കിൽ രാമജന്മഭൂമി പ്രശ്നം 24 മണിക്കൂർ കൊണ്ട് തങ്ങൾ പരിഹരിക്കാമെന്ന വെല്ലുവിളിയുമായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കോടതി വിധി നീട്ടിക്കൊണ്ടുപോയി ജനങ്ങളുടെ ക്ഷമയും വിശ്വാസവും പരീക്ഷിക്കുകയാണ്. ഉടൻ വിധി പ്രഖ്യാപിക്കണം. അതിന് കഴിയുന്നില്ലെങ്കിൽ ആ പ്രശ്നം കോടതി തങ്ങൾക്ക് കൈമാറണം. അത് 24 മണിക്കൂറിനുള്ളിൽ പരിഹരിച്ച് കാണിക്കാം. കോടതി എങ്ങനെയാണ് യോഗി ആദിത്യനാഥിന് കേസ് കൈമാറുന്നത്? എന്ത് വിദ്യാസുരന്മാരാണ് ഈ മനുഷ്യർ? കോടതിയുടെ സൂപ്പർ കോടതിയാണോ ഈ മുഖ്യമന്ത്രി? അല്ലെങ്കിൽ BJPയുടെ കേന്ദ്ര നേതൃത്വം തന്നെ എടുക്കുക? കൈമാറണം പോലും കേസ്. അതായത് വിരട്ടുകയാണ്. അമിത്ഷാജിയുടെ കൃത്യമായ ഒരു അനുയായി തന്നെയാണ് യോഗി ആദിത്യനാഥ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധി നിങ്ങൾ കൊണ്ടുവരണം. കേരളത്തിൽ വന്ന് പ്രസംഗിച്ചതല്ലേ അമിത്ഷാജി എന്ന വിടുവായത്തൻ? അങ്ങനെ പ്രസംഗിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ അനുയായി പറയുകയാണ് 24 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പരിഹരിക്കും, നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ഞങ്ങളെ ഏൽപ്പിച്ചു തരൂ എന്ന്. സുപ്രീം കോടതിക്കും മേളിലൊരു കോടതിയോ? ഈ നിലയ്ക്കാണ് കോടതിയെ ഇവർ പരിഗണിക്കുന്നത്. എവിടെ ചെന്നാലും കോടതിയെ ചവിട്ടി മെതിക്കാൻ യാതൊരു മടിയുമില്ല. അത് ശബരിമലയുടെ കാര്യത്തിലും നാം കണ്ടതാണ്. 24 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കും. അയോധ്യ കേസിൽ അന്തിമ വിധി പ്രഖ്യാപിക്കാനിരിക്കെയാണ് സുപ്രീം കോടതിയെ സമ്മർദ്ദത്തിലാക്കുന്ന പരാമർശവുമായി ആദിത്യനാഥ് രംഗത്തെത്തിയത്. ഒരു ചാനൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം. ഹിന്ദു ക്ഷേത്രം തകർത്താണ് ബാബറി കെട്ടിടം നിർമ്മിച്ചത് എന്ന കാഴ്ചപ്പാടിലാണ് അലഹബാദ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പ്രഖ്യാപിച്ചത്. അല്ലാതെ ഭൂമി വിഭജന വിഷയത്തിലല്ല. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഖനനത്തിന് ശേഷം ബാബറി കെട്ടിടം ഹിന്ദു ക്ഷേത്രം തകർത്തിട്ടാണ് നിർമ്മിച്ചത് എന്ന് റിപ്പോർട്ടുണ്ട്. 1994 കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം പരിഗണിച്ച് നീതി ലഭ്യമാക്കാൻ കോടതി തയ്യാറായാൽ രാജ്യത്തിന് അത് മികച്ച സന്ദേശം നൽകുമെന്നാണ് ആദിത്യനാഥ് കരുതുന്നത്. അയോധ്യ കേസ് നാളെ പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഈ നിലയ്ക്ക് ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഭരണഘടനാ സ്ഥാപനമായ കോടതിയെ അംഗീകരിക്കുന്നില്ല. കേസൊക്കെ ഇങ്ങോട്ട് തന്നാൽ മതി, ഞങ്ങളങ്ങ് തീരുമാനിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിശുദ്ധിയെ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ മെഷീനുകൾ പോലും കള്ളം കാണിച്ച് ജയിച്ചു കളയും. ഈ നിലയ്ക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളോട് അവജ്ഞ പുലർത്തുന്ന മോദിയും കൂട്ടരും ഇന്നലെ ഒരു തമാശ പൊട്ടിച്ചു. തൃശ്ശൂര് ദേശാഭിമാനി 1-ാം പേജിൽ തരുന്നു. പ്രതിപക്ഷത്തിന് ഭരണഘടനാ സ്ഥാപനങ്ങളോട് വിരോധം മോദി പറയുകയാണ്. മോദിയുടെ അങ്ങേയറ്റം അപഹാസ്യമായ ആ നിലപാട് വാർത്തയാക്കിയിരിക്കുന്നു ദേശാഭിമാനി. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. മോദി ഇന്നലെ തൃശ്ശൂരിൽ പറഞ്ഞത് കാണുക. പ്രതിപക്ഷത്തിന് ഭരണഘടനാ സ്ഥാപനങ്ങളോട് വിരോധമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തൃശ്ശൂരിൽ യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നത് വെറും തമാശയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വൻതോതിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ സംസ്കാരത്തെ ആക്രമിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധിപ്പിച്ച് നടന്ന മുഴുവൻ സംഭവങ്ങളും ശബരിമലയിൽ നടന്നത് തികച്ചും സംസ്കാരപൂർണമായ പ്രവൃത്തിയായിരുന്നു എന്ന് മലയാളികളാരും കരുതുന്നില്ല. അവിടെ നടന്നത് ഗുണ്ടാ വിളയാട്ടം മാത്രമായിരുന്നു. സംഘപരിവാര വിഭാഗങ്ങൾ മുഴുവൻ അവരുടെ സ്വാഭാവിക തനത് വികാരമായ ഗുണ്ടായിസം
അവിടെ പ്രകാശിപ്പിച്ചതിനെയാണ് സംസ്കാര സംരക്ഷണമെന്ന് ഈ പ്രധാനമന്ത്രി ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ വന്ന് വിശദീകരിക്കുന്നത്. നമ്പി നാരായണന് പത്മ പുരസ്കാരം ലഭിച്ചു. അത് തീരെ ഇഷ്ടപ്പെടാതെ പോയത് നമ്മുടെ മുൻ DGP TP സെൻകുമാറിനാണ്. അദ്ദേഹം പറഞ്ഞു, നമ്പി നാരായണന് ഈ പുരസ്കാരം നൽകാമെങ്കിൽ എന്തുകൊണ്ട് മറിയം റഷീദയ്ക്കും ഗോവിന്ദച്ചാമിക്കൊക്കെ അത് നൽകിക്കൂടാ? ആ നിലയ്ക്കുള്ള ഒരാളാണ് നമ്പി നാരായണൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്പി നാരായണൻ ശാസ്ത്രജ്ഞനൊന്നുമല്ല എന്ന് TP സെൻകുമാർ പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം ബഹിരാകാശ ശാസ്ത്ര നേട്ടങ്ങളൊന്നും നമ്പി നാരായണൻ ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ സാങ്കേതിക മികവിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് അല്ല, ഒരു ടെക്നോക്രാറ്റാണ്. ടെക്നോക്രാറ്റ് ശാസ്ത്രജ്ഞരെക്കാൾ എത്രയോ താഴെയാണ്. ശാസ്ത്രജ്ഞർ എപ്പോഴും അനുപമം അഥവാ നൂതനം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു ടെക്നോക്രാറ്റാണ് നമ്പി നാരായണൻ. പക്ഷേ അദ്ദേഹത്തിന് പത്മ പുരസ്കാരം നൽകിയത് ആ രംഗത്തെ മികവ് കൊണ്ടല്ല. അത് TP സെൻകുമാറിന് മനസ്സിലായില്ല. മറിച്ച് തനിക്കെതിരെ ചുമത്തിയ ചാരക്കേസുണ്ടല്ലോ, ആ ചാരക്കേസിനെതിരെ ദീർഘകാലം കോടതിയിൽ പോരാട്ടം നടത്തി സ്വന്തം ഇന്നോസെൻസ് അത് അദ്ദേഹം തെളിയിച്ചു സുപ്രീം കോടതിയിൽ. ആ ദീർഘമായ പോരാട്ടത്തിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ച മനുഷ്യാവകാശ വീറ്, അതിന് കിട്ടിയ അംഗീകാരമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് കിട്ടിയ നഷ്ടപരിഹാരവും മറ്റും. അതേ മുൻനിർത്തിയാണോ, ഈ മനുഷ്യാവകാശ പോരാട്ടത്തെ മുൻനിർത്തിയാണോ നമ്പി നാരായണന് പത്മ പുരസ്കാരം സമ്മാനിച്ചത് എന്നിപ്പോൾ നമുക്കറിയില്ല. കാരണം ഇത്തവണത്തെ പുരസ്കാരം നോക്കിയാൽ ഇത്രയും മോശപ്പെട്ട രീതിയിൽ അത് നൽകപ്പെട്ട ഒരു കാലവും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയാം. കൃത്യമായും BJPക്കാരോ അവരുടെ അനുഭാവികളോ ആയ ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നമ്പി നാരായണന് പുരസ്കാരം നൽകിയതിന് ശേഷം പ്രധാനമന്ത്രി തന്നെ ഇന്നലെ ഇവിടെ വന്ന് പ്രസംഗിച്ചത് UDF ആണ് നമ്പി നാരായണനെ ഈ കേസിൽ കുടുക്കിയത്. ആ പറയുന്നതിൽ ന്യായമുണ്ട്. പക്ഷേ ഞങ്ങൾ പുരസ്കാരം നൽകി, പത്മ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയാണ് ചെയ്തത്. നമ്പി നാരായണനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാനുള്ള കപട ലക്ഷ്യം, ഗൂഢലക്ഷ്യം പ്രധാനമന്ത്രിക്കുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും അതുവഴി നാറാൻ നമ്പി നാരായണൻ തയ്യാറാകുമെന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിച്ചുകൂടാ. ഏതായാലും നമ്പി നാരായണനാണ് തന്നെക്കാൾ മികവുറ്റയാൾ എന്ന് തെറ്റിദ്ധരിച്ച് TP സെൻകുമാർ വല്ലാതെ ക്ഷോഭിച്ചു വശായി. അദ്ദേഹം നമ്പി നാരായണനെ വല്ലാതെ തള്ളിക്കളഞ്ഞു ഈ പത്മ പുരസ്കാരവുമായി ബന്ധിപ്പിച്ച്. അകത്ത് നിൽക്കുന്ന തനിക്ക്, ശബരിമല കർമ്മസമിതിയുടെ അകത്ത് നിൽക്കുന്ന തനിക്ക് ലഭിക്കാത്ത ഒരു പുരസ്കാരം എങ്ങനെയാണ് പുറത്തു നിൽക്കുന്ന നമ്പി നാരായണന് നൽകിയത് എന്നൊക്കെയായിരിക്കും TP സെൻകുമാർ വിചാരിച്ചത്. TP സെൻകുമാറിനെ സാക്ഷാൽ അൽഫോൺസ് കണ്ണന്താനം തന്നെ പറഞ്ഞു, ജനിതക പരാജയം, ജനിതകമായ പോരായ്മയുള്ള ഒരാളാണ് അദ്ദേഹം. അതിനപ്പുറം എന്താണ് പറയാനുള്ളത്? ജനിതക പോരായ്മ, ജന്മം കൊണ്ട് തന്നെ വ്യക്തതയില്ലാത്ത, ജന്മം കൊണ്ട് തന്നെ അപക്വനായ ഒരാൾ എന്നാണ് വിളിച്ചത്. എന്ന് പറഞ്ഞാൽ ജനിതക പോരായ്മ എന്ന് പറഞ്ഞാൽ അത് സെൻകുമാറിൽ നിൽക്കുന്ന ആക്ഷേപമല്ല, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നിൽക്കുന്ന ആക്ഷേപം ആണെന്ന് കൂടി വിചാരിക്കണം. അതുവഴി നാണം കെട്ട് BJPക്കാരന് തന്നെ BJPക്കാരനെ വിമർശിക്കേണ്ട ഗതികേടിലേക്ക് ഈ പ്രശ്നം എത്തി. നമ്പി നാരായണനെതിരായ വിവാദ പരാമർശം സെൻകുമാർ ഒറ്റപ്പെടുന്നു. വാർത്ത ഇങ്ങനെ: ചാരക്കേസിൽ നിരപരാധിയാണെന്ന് കണ്ടെത്തി സുപ്രീം കോടതി വെറുതെ വിട്ട ISRO മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ നമ്പി നാരായണന് പത്മഭൂഷൺ നൽകിയതിനെ വിമർശിച്ച മുൻ സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാർ പൊതുവിൽ ഒറ്റപ്പെടുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. 17 വർഷമായി ആഭ്യന്തര യുദ്ധം നടക്കുന്ന നമ്മുടെ അയൽ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. അവിടെ താലിബാനും ഒരു വശത്തും, മറുവശത്ത് താൽക്കാലിക സർക്കാരും അമേരിക്കൻ സൈന്യവും ചേർന്നാണ് യുദ്ധം നടക്കുന്നത്.
ആ യുദ്ധത്തിൽ 17 വർഷം നടക്കുമ്പോൾ ആദ്യം റഷ്യയായിരുന്നു താലിബാനെ സഹായിച്ചത്, പിന്നെ അമേരിക്ക സഹായിച്ചു. ആ യുദ്ധത്തിൽ റഷ്യക്കാർ മരിച്ചിട്ടുണ്ട്, അമേരിക്കക്കാർ മരിച്ചിട്ടുണ്ട്. അവിടെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് പോയ, വികസന പ്രവർത്തനങ്ങൾക്ക് പോയ ഇന്ത്യക്കാരും അവിടെ മരിച്ചിട്ടുണ്ട്. ലക്ഷോപലക്ഷം ആളുകൾ മരിച്ചു വീണു അഫ്ഗാനിസ്ഥാനിൽ. ഒടുവിൽ കാണുക, ഇന്നത്തെ പത്രം നമ്മോട് പറയുന്നു, അമേരിക്കൻ സേന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങുന്നു. ഒടുവിൽ എവിടെയും എത്താതെ പിൻവാങ്ങുന്നു. അവിടെയും അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് വാർത്ത. സിറാജിന്റെ ലീഡ് വാർത്ത. US സേന പിന്മാറുന്നു. അഫ്ഗാൻ താലിബാനുമായുള്ള ചർച്ചയിൽ പുരോഗതി. പിന്മാറ്റം 18 മാസത്തിനുള്ളിൽ വേണം എന്ന് താലിബാൻ. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: അഫ്ഗാനിസ്ഥാനിൽ 17 വർഷമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും താലിബാനും നടത്തിയ ചർച്ചയിൽ നിർണായക ചുവടുവയ്പ്. US സേനാ പിന്മാറ്റത്തെക്കുറിച്ച് ശുഭസൂചനയാണ് ചർച്ചയിൽ നിന്ന് ലഭിക്കുന്നത്. ഖത്തറിൽ 6 ദിവസം നീണ്ട ചർച്ചകളുടെ വിജയം സംബന്ധിച്ച് US പ്രതിനിധി സൽമയ ഖദീൽ സാദാണ് ട്വീറ്റുകളിലൂടെ ഇത് വെളിപ്പെടുത്തിയത്. എന്നാൽ ചർച്ചയുടെ വിശദാംശം പുറത്തുവിടാൻ പ്രതിനിധികൾ തയ്യാറായിട്ടില്ല. ഖത്തറിലാണ് ചർച്ച നടക്കുന്നത്. 18 മാസത്തിനുള്ളിൽ ഇത് പിൻവാങ്ങൽ നടക്കുമെന്ന് പറയുന്നു. ഇതുപോലെ തന്നെ റഷ്യയും അവിടെ പയറ്റി പിൻവാങ്ങിപ്പോയ ഒരു രാജ്യമാണ്. അഫ്ഗാനിസ്ഥാനിൽ സമാധാനം വരുന്നത് ഇന്ത്യക്ക് അനുഗുണമായ ഒരു കാര്യമാണ്. കാരണം വികസന രംഗങ്ങളിൽ ധാരാളം ഇന്ത്യക്കാർ അവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നത് തന്നെ. KSRTCയിൽ ശമ്പളം അവരുടെ തന്നെ വരുമാനത്തിൽ നിന്ന് നൽകാൻ പോകുന്നു. ഈ മാസത്തെ ശമ്പളം 2 വർഷത്തിനുള്ളിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം KSRTCയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വാർത്തയാകുന്നു. മാതൃഭൂമി അത് 1-ാം പേജ് വാർത്തയാക്കിയിരിക്കുന്നു. ആ നല്ല വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. ക്ഷമിക്കുക, 25 വർഷങ്ങൾക്ക് ശേഷമാണ് സ്വന്തം വരുമാനത്തിൽ നിന്ന് സ്വന്തം ജീവനക്കാർക്ക് KSRTC ശമ്പളം നൽകുന്നത്. കടം വാങ്ങാതെയും സർക്കാർ സഹായമില്ലാതെയും KSRTC ശമ്പളം നൽകുന്നു. ഷെഡ്യൂൾ പുനർക്രമീകരണത്തിലൂടെയുള്ള സാമ്പത്തിക നേട്ടവും ശബരിമല സർവീസിൽ നിന്നുള്ള വരുമാനവുമാണ് സ്വന്തം വരുമാനത്തിൽ നിന്ന് ശമ്പളം നൽകാൻ വഴിയൊരുക്കിയത്. 25 വർഷത്തിന് ശേഷം ആദ്യമായാണ് വരുമാനത്തിൽ നിന്ന് പൂർണ്ണ ശമ്പളം നൽകാൻ കഴിയുന്നത് എന്ന് MD ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞു. എംപാനൽഡ് ജീവനക്കാരെ പിരിച്ചുവിട്ടതും അതുപോലെ തന്നെ അനാവശ്യമായ സർവീസുകൾ റദ്ദു ചെയ്തതും ഈ ഒരവസ്ഥ സാധ്യമാക്കാൻ സഹായിച്ചു എന്ന് KSRTC പറയുമ്പോൾ, അങ്ങനെ ശമ്പളം നൽകുന്ന കാര്യത്തിൽ സ്വയം പര്യാപ്തത വന്ന ഇതേ ദിവസം തന്നെയാണ് പിരിച്ചുവിടപ്പെട്ട എംപാനൽഡ് ജീവനക്കാർ ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് എന്നുകൂടി നാം ഇത്തരുണത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി മോദി ഭരണം ബാങ്ക് തട്ടിപ്പുകാർക്ക് അനുകൂല സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇന്ന് പത്രങ്ങളൊക്കെ ഇന്ന് നമുക്ക് തരുന്നു. ചന്ദ കോച്ചറിനെതിരെ കേസെടുത്ത CBI ഉദ്യോഗസ്ഥനെ മാറ്റി. വായ്പാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ICICI മുൻ മേധാവി ചന്ദ കോച്ചറിനെതിരെ കേസെടുത്ത CBI ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. 22-ന് FIRൽ ഒപ്പുവെച്ചതിന് പിന്നാലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ SP സുധാൻഷു ധർ മിശ്രയെ 23-ന് റാഞ്ചിയിലേക്ക് സ്ഥലം മാറ്റി. അങ്ങനെ അപഹർത്താക്കളെ സഹായിച്ചു. അരുൺ ജെയ്റ്റ്ലിയും ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന പീയൂഷ് ഗോയലുമൊക്കെ ഈ നടപടിയെ തള്ളിപ്പറഞ്ഞവരാണ് എന്നുകൂടി നാം ആലോചിക്കുക. തെരഞ്ഞെടുപ്പ് ഘട്ടം വന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായി വാരണാസിയിലേക്ക് അതിവേഗ തീവണ്ടി വരുന്നു. വാരണാസിയിലേക്ക് ഇനി എഞ്ചിനില്ല ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ്. കേരള കൗമുദിയാണ് ആ വാർത്ത തരുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ എഞ്ചിനില്ല ട്രെയിന് വന്ദേ ഭാരത് എക്സ്പ്രസ് എന്ന പേര് നൽകിയതായി റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. പൊതുജനങ്ങൾ നിർദ്ദേശിച്ച പേരുകളിൽ നിന്നാണ് ഇത് തിരഞ്ഞെടുത്തത്. പരീക്ഷണയോട്ടം പൂർത്തിയായ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ലാഗ് ഓഫ് ചെയ്യും. ദില്ലി വാരണാസി റൂട്ടിലോടുന്ന ട്രെയിനിന് മണിക്കൂറിൽ 160 കിലോമീറ്ററാണ് വേഗത. ആ വേഗത മോദിയെ തുണയ്ക്കുമോ ഇല്ലയോ എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം. ജസ്നയെ കാണാതായിട്ട് എത്ര നാളായി? 1 വർഷമാകുന്നു. കൃത്യം പറഞ്ഞാൽ 10 മാസം കഴിഞ്ഞു അവരെ കാണാതായിട്ട്. ഇന്നൊരു നല്ല വാർത്ത മംഗളം 1-ാം പേജിൽ തരുന്നു. ജസ്ന ജീവിച്ചിരിപ്പുണ്ട് എന്ന് കർണാടക പോലീസ്.
കേരളം കാതോർത്ത സന്തോഷ വാർത്ത. എസ് നാരായണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം. കോട്ടയം ജില്ലയിലെ മുക്കൂട്ടുതറയിൽ നിന്ന് കാണാതായ കോളേജ് വിദ്യാർത്ഥിനി ജസ്ന മരിയ ജെയിംസ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് കർണാടക പോലീസ്. തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും കേരളം കാതോർത്ത സന്തോഷ വാർത്ത അധികം വൈകില്ലെന്നും കേരള പോലീസ് ജസ്നയെ ഇനി പിന്തുടരാൻ ഉദ്ദേശമില്ലെന്നും കേരള പോലീസിന്റെ അന്വേഷണ സംഘം വ്യക്തമാക്കി. തിരോധാനത്തിന് ഒരാണ്ട് പൂർത്തിയാകാൻ 2 മാസം ശേഷിക്കെയാണ് ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്ന നിർണായക സന്ദേശം കർണാടക പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. എന്നാൽ ജസ്ന എവിടെയാണെന്ന സൂചനയ്ക്ക് പിന്നാലെ പോകണ്ട എന്നാണ് പോലീസിന്റെ തീരുമാനം. അവർ ഇങ്ങോട്ടേക്ക് വരും എന്ന് പോലീസ് ഉറച്ച് വിശ്വസിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ആസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് കളിയിൽ ഇതുവരെ അപ്രതിരോധ്യനായി നിന്നത് റാഫേൽ നദാലായിരുന്നു. 6 തവണ കിരീടം നേടിയ നദാൽ ഇപ്പോൾ ഇന്നലെ അതിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഈ ചിത്രം കാണുക. ഇത് നൊവാക് ജോക്കോവിക്കാണ്. 6 കിരീടങ്ങൾ നേടിയ നദാലിനെ സ്ട്രെയിറ്റ് സെറ്റുകൾക്ക് തോൽപ്പിച്ച് 7ാം കിരീടം നേടിയ ജോക്കോവിച്ചിന്റെ ആഹ്ലാദം ഹിന്ദു 1ാം പേജിലും തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കണേ. നൈസ് ഡേ. ഗുഡ് ബൈ.